വെറ്റമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി അഥവാ പഴമാങ്ങ കറി എന്നൊക്കെ പറയും. നമ്മുടെ വിഷു സദ്യയിലെ ഒരു പ്രധാന വിഭവം ഈ കറിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഴുത്ത മാങ്ങ കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. നല്ല നാടൻ ചപ്പിക്കുടിയ മാങ്ങ എന്നൊക്കെയാണ് ഇതിനെ പറയുക. നാട്ടുമാങ്ങ അത് വളരെ ചെറുതാണ്. നല്ല ഒരു മണമൊക്കെ ഉണ്ട് മാങ്ങയ്ക്ക്. അത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാങ്ങ, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പച്ചമുളക്, കടുക്, ഉലുവ, ജീരകം, ഒരൽപ്പം ശർക്കര. ശർക്കരയിൽ നമുക്ക് അല്പം വെള്ളം ചേർത്ത് അരിയിച്ചെടുക്കാം. ഉപ്പ്. നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരകിയത്. ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ അത് അധികം വിളഞ്ഞ് ഉണങ്ങിയതൊന്നും ആവരുത്. പാകത്തിനുള്ള തേങ്ങ, എന്നാലേ കറിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്പം കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, കാന്താരി മുളക്, 2-3 അല്ലി വേപ്പില. ഇത് നമുക്ക് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് കറിയിലിടാനും താളിച്ചിടാനൊക്കെ ആയിട്ട് അല്പം വേപ്പില, വറ്റൽമുളക്, വേവിക്കാനുള്ള വെള്ളം, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം മാങ്ങ തൊലി കളഞ്ഞെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 10 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചാൽ കിട്ടും. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു മൺചട്ടി അല്ലെങ്കിൽ കലച്ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാനിതിപ്പോൾ നേരിട്ട് ചട്ടിയിലേക്ക് തന്നെ വയ്ക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. ഇത് അധികം എരിവ് വേണ്ട ഒരു കറിയല്ല. നമ്മളിപ്പോൾ ഈ മുളക് പൊടി ചേർക്കണുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കുരുമുളകൊക്കെ ചേർക്കണുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. മാങ്ങ നിരക്കെ വെള്ളം ഒഴിക്കണം. മാങ്ങ ഇതിൽ മുങ്ങി കിടക്കണം. ആ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാം. ഇതിലേക്കൊരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരയ്ക്കാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കാന്താരിമുളക്, വേപ്പില, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് അതിലേക്ക് അത് അരയ്ക്കാൻ ഉള്ള വെള്ളം ചേർക്കാം. അധികം വെള്ളം ചേർക്കരുത്. അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക്. തേങ്ങ നമ്മൾ ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മാങ്ങ അടിയിൽ പിടിക്കും. നമുക്ക് വെള്ളം എനിക്ക് പാകമായോ എന്നൊക്കെ അറിയാൻ പറ്റില്ല. ഒന്നുകൂടി വറ്റണം. നമുക്കതൊന്നുകൂടി മൂടി വയ്ക്കാം. കറിയിലേക്ക് വേപ്പില ചേർത്തിട്ടുണ്ടായില്ല. നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. ഇനി നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊഴിച്ച് നമുക്കൊന്നത് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി അരപ്പ് വേവിച്ചെടുക്കണം. ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് തൈര് ചേർക്കണ സമയത്ത് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇതിലൊരു ചെറിയൊരു കഷ്ണം ശർക്കരയും ചേർത്തത്. പഞ്ചസാര ആണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ചേർക്കണം. അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗവ് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് തൈര് ചേർക്കാനുണ്ട്. പക്ഷേ ഈ മൺചട്ടിയിൽ വേണ്ട, ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് ഇതിലേക്ക് തൈര് ഒന്ന് ഉടച്ച് ചേർക്കാം. നമുക്കിനി തൈരൊന്ന് ഉടച്ചെടുക്കാം. ഇത് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ കൊണ്ടോ തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇതിനുള്ള തൈര് അധികം അങ്ങോട്ട് പുളിയുള്ളതാവരുത്. എന്നാൽ അല്പം പുളിയും ഉണ്ടാവണം. തീരെ പുളിയില്ലാത്ത തൈര് ചേർക്കരുത്. അപ്പം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരിൻ്റെ അളവ് നമുക്കിത് പാകം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നമുക്കിതൊന്ന് ഇളക്കി ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് നോക്കണം. അതിന് ശേഷം തൈര് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും പുളിയൊക്കെ പാകണമെന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്. ഞാൻ ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് അല്പം നെയ്യ് ചേർത്ത് വറുത്ത് പൊടിച്ച ഉലുവയാണ്. ഇതിൽ നിന്ന് ഒരു 2 പിഞ്ച് ഉലുവാപ്പൊടിയാണ് നമുക്ക് ചേർക്കേണ്ടത്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്കിനി ചട്ടി ഒന്ന് ചൂടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറികളാകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ, 4 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, മുളക് അധികം മൂത്ത് പോകണ്ട. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി,
1 സ്പൂൺ മുളക് പൊടി ഇതുകൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് ഇളക്കി ഉപയോഗിക്കാം. ഈ കറി തണുത്തതിന് ശേഷം നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. ഇത് പല സ്ഥലങ്ങളിലും പല ആളുകളും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ചെയ്തിട്ടുള്ള മറ്റു വീഡിയോകൾ കൂടി നിങ്ങളൊന്ന് കാണണം. അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.